ശബരിമല തീർത്ഥാടനത്തിന്റെ അവസാന ഘട്ടം തുടങ്ങുന്നത് പമ്പയിൽ നിന്ന് മല കയറുന്നതോടെയാണ്. ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് 4 മൈൽ ദൂരമുണ്ട്. കാനനപാതയിലൂടെയും അല്ലാതെയും എത്തിയ ഭക്തരൊരുമിച്ചാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. ആദ്യം നീലിമല കയറണം. മകരവിളക്കിന് മല കയറുന്നവർ ധനുമാസം 30-ാം തീയതി പകൽ ഉച്ച കഴിഞ്ഞാണ് യാത്ര തുടങ്ങുന്നത്. നീലിമലയുടെ തുടക്കത്തിൽ പന്തള രാജാവായിരുന്ന രാജശേഖര പാണ്ഡ്യന്റെ വിശ്രമ കേന്ദ്രമുണ്ട്. അവിടെ നിലവിലെ രാജപ്രതിനിധി കാണും. അദ്ദേഹത്തെ തൊഴുതു വണങ്ങി കാണിക്കയിട്ട് പ്രസാദം വാങ്ങാം. നീലിമലയുടെ തുടക്കത്തിലായി മാതംഗ ഋഷിയുടെ ആശ്രമം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഋഷി ദത്തപുത്രിയെ ഭഗവാൻ ശ്രീ പരമേശ്വരന് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. ആ മകളുടെ പേരാണ് നീലി. നീലിമല കയറും മുൻപ് തൊട്ട് വന്ദിച്ചു കയറുന്നത് നീലിയോടുള്ള ബഹുമാനം കൊണ്ടാണ്. നീലിമല അവസാനിക്കുന്ന ഭാഗത്ത് കണ്ണെത്താ ദൂരത്തോളം പുല്ലുകൾ നിറഞ്ഞ മേട് കാണാം. ഇതാണ് അപ്പാച്ചിമേട്. പുൽമേടിന്റെ മധ്യത്തിലൂടെയാണ് ശബരിമലയിലേക്കുള്ള പാത. ഇതിന് 2 വശങ്ങളിലും ആഴമേറിയ കുഴികളുണ്ട്. അപ്പാച്ചിക്കുഴിയും ഇപ്പാച്ചിക്കുഴിയുമാണിത്. കന്നി അയ്യപ്പന്മാർ 2 കുഴികളിലേക്കും ശർക്കര, അരിയുണ്ട എന്നിവ എറിയും. അപ്പാച്ചിമേടിൽ നിന്ന് നേരെ ശബരിപീഠത്തിലാണ് എത്തുന്നത്. രാമായണത്തിൽ പറയുന്ന ശബരികുലത്തിലെ യോഗിനിയായ ശബരി തപസ്സു ചെയ്ത സ്ഥലമാണിതെന്ന് വിശ്വസിക്കുന്നു. ഈ സ്ഥലത്ത് ഒരു പരന്ന പാറ കാണാം. ഇതാണ് ശബരീപീഠം. അതൊരു ഭക്തിപീഠം തന്നെയാണ്. ഭക്തന്മാരിവിടെ നാളികേരം ഉടയ്ക്കുകയും കർപ്പൂരാരാധന നടത്തി ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അയ്യപ്പ സന്നിധി പൂങ്കാവനം എന്നറിയപ്പെടുന്നു. ഇതിന് 2 അതിരുകളാണുള്ളത്. പേരൂർത്തോടും ശരംകുത്തിയാൽ തറയും. ശബരിമലയെ കൂടാതെ എരുമേലിയിലും ഭഗവാൻ ഇരിക്കുന്നത് ഭക്തരെ ശരണപാതയിൽ കാത്തു രക്ഷിക്കുന്നതിനായാണ്. യോഗാരൂഢനും ചിന്മുദ്രയിലൂടെ മൗന വ്യാഖ്യാനം നടത്തുന്ന പരമാചാര്യനുമാണ് എരുമേലിയിലെ ശാസ്താവ്. അതുകൊണ്ടാണ് കന്നി അയ്യപ്പന്മാർ എരുമേലിയിൽ നിന്ന് ശരക്കോൽ എടുത്തു കൊണ്ടുവന്ന് ശരംകുത്തിയിൽ തറയ്ക്കുന്നത്. അങ്ങനെയാണ് ശരംകുത്തി എന്ന പേരുമുണ്ടായത്. ഗുരുസ്വാമിമാർക്ക് കന്നി അയ്യപ്പന്മാർ ഇവിടെ വച്ച് ദക്ഷിണ കൊടുക്കുക പതിവാണ്. ശരംകുത്തി പിന്നിട്ടാൽ ശരണം വിളി മാത്രമേ പാടുള്ളൂ. വില്ലും ശരവും വേണ്ട എന്നാണ് വിശ്വാസം. വില്ല് പ്രണവവും ശരം ആത്മാവും ലക്ഷ്യം ബ്രഹ്മവുമാണ്. ബ്രഹ്മത്തിൽ ഉന്നം തെറ്റാതെ ആത്മാവെന്ന ശരം തൊടുത്ത് കൊള്ളിക്കുന്നവരാണ് ശരിക്കും ജന്മസാഫല്യം നേടിയവരെന്ന് വിശ്വസിക്കുന്നു. ശരംകുത്തിയിലിറങ്ങി നടപ്പന്തലിലെത്തി വിശ്രമിക്കാം. അവിടെ വെച്ച് ഇരുമുടിക്കെട്ടഴിച്ച് നാളികേരം അഥവാ നെയ്ത്തേങ്ങ എടുക്കണം. അത് ഉടച്ചാണ് 18-ാം പടി കയറേണ്ടത്. സ്വാമി അയ്യപ്പന്റെ പൂങ്കാവനത്തിന് ചുറ്റും വനങ്ങളും 18 മലകളുമുണ്ട്. കാളകെട്ടി, ഇഞ്ചിപ്പാറ, പുതുശ്ശേരിമല, കരിമല, നീലിമല, പൊന്നമ്പലമേട്, ചുറ്റമ്പലമേട്, മയിലാടുംമേട്, തലപ്പാറ, നിലയ്ക്കൽ ദേവൻമല, ശ്രീപാദമല, കൽക്കിമല, മാതംഗമല, സുന്ദരമല, നാഗമല, ഗൗണ്ടമല, ശബരിമല എന്നിവയാണ് 18 മലകൾ. ഇവ ചവിട്ടി വേണം അയ്യപ്പ ദർശനം നടത്താൻ. ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സന്നിധാനത്ത് 18 പടികൾ നിർമ്മിച്ചത്. ഓരോ പടിയും ഓരോ മലയെ പ്രതിനിധാനം ചെയ്യുന്നു. സൂക്ഷ്മമായി ചിന്തിച്ചാൽ പഞ്ചേന്ദ്രിയങ്ങൾ, അഷ്ടരാഗങ്ങൾ, വിദ്യ, അവിദ്യ എന്നിവയെയും 18 പടികൾ സൂചിപ്പിക്കുന്നു. ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കാൻ ഗുണദോഷങ്ങളെ അതിജീവിക്കണമെന്ന സൂചനയാണ് 18 പടവുകളിലൂടെയുള്ള കയറ്റം ഭക്തർക്ക് നൽകുന്നത്. ഇക്കാര്യം സജീഷ് ബാപ്പറ്റ എഡിറ്റ് ചെയ്ത ശ്രീ ധർമ്മശാസ്താവ് ഐതിഹ്യം, ചരിത്രം, തീർത്ഥാടനം എന്ന പുസ്തകത്തിൽ പറയുന്നു. 18-ാം പടി കയറി നേരെ സന്നിധാനത്തെത്താം. കൊടിമരത്തിന് മുകളിലായി ബലികൽപ്പുര കാണാം. അവിടെ തത്വമസി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അത് കടന്നു ചെല്ലുന്നത് ശ്രീകോവിലിന് മുന്നിലേക്കാണ്. അവിടെ നിന്ന് കൺകുളിർക്കെ ഭഗവാനെ തൊഴാം. പുലർച്ചെ 4-നാണ് ശബരിമല നട തുറക്കുന്നത്. അതാണ് നിർമാല്യം. വിഗ്രഹത്തിലെ മാലകളും ഉടയാടകളും മാറ്റും. വിഭൂതി, പാൽ, തേൻ, പഞ്ചാമൃതം, കരിക്കിൻ വെള്ളം, ചന്ദനം, പനിനീർ എന്നിവ കൊണ്ട് തന്ത്രിയുടെ നേതൃത്വത്തിൽ അഷ്ടാഭിഷേകം നടത്തും. ത്രിമധുരം നേദിക്കും. ശേഷം നെയ്യഭിഷേകം. ആദ്യത്തെ പൂജ 7:30-ക്കുള്ള ഉഷപൂജയാണ്. കൃത്യസമയത്ത് നടത്തുന്ന ഏക പൂജയാണിത്. ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് ഇതിനുള്ള നിവേദ്യം. ദർശനത്തിരക്കും അഭിഷേകത്തിരക്കും അനുസരിച്ച്
ഓരോ ദിവസവും ഓരോ സമയമായിരിക്കും ഉച്ചപൂജയും ദീപാരാധനയും. ക്രമാതീതമായ തിരക്കാണെങ്കിൽ അത്താഴ പൂജയും നീട്ടാറുണ്ട്. അരവണയും വെള്ളയുമാണ് ഉച്ചപൂജയുടെ നിവേദ്യങ്ങൾ. ഉദയാസ്തമന പൂജയ്ക്കുള്ള ദിവസങ്ങളിൽ ഉച്ചപൂജയ്ക്കും ദീപാരാധനയ്ക്കും വെള്ള നിവേദ്യവും ഉണ്ടാവും. അപ്പം, പാനകം, വെള്ളം എന്നിവയാണ് അത്താഴ പൂജയ്ക്ക് നേദിക്കുന്നത്. ത്രിമധുര നിവേദ്യത്തിന് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. പ്രതിഷ്ഠ നടത്തിയ ശേഷം അയ്യപ്പന് ആദ്യം നിവേദിച്ചത് ത്രിമധുരമായിരുന്നു. പഴം, തേൻ, കൽക്കണ്ടം എന്നിവ ചേർത്താണ് ത്രിമധുരം ഉണ്ടാക്കുന്നത്. ഇഷ്ടകാര്യ സാധ്യത്തിനായാണ് ഉദയാസ്തമന പൂജ. ഉദയാസ്തമന പൂജയ്ക്ക് 18 തവണ നട അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണം. അതിനാൽ മണ്ഡല മകരവിളക്ക് കാലത്ത് ഈ പൂജ നടത്താറില്ല. ലക്ഷക്കണക്കിന് ഭക്തരുടെ ദർശനത്തിന് അസൗകര്യമുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണിത്. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് ഉദയാസ്തമന പൂജ ഇപ്പോൾ നടത്താനാകൂ. 18 പടികൾ പോലെ 18 പൂജകളും ശബരിമലയിലുണ്ട്. ഉച്ചപൂജയ്ക്ക് മുൻപ് 15 പൂജകൾ പൂർത്തിയാക്കും. ദീപാരാധന 17-ാം പൂജയും അത്താഴ പൂജ 18-ാമത്തേതുമാണ്. ഉച്ചപൂജയ്ക്ക് തന്ത്രിയുടെ നേതൃത്വത്തിൽ 25 കലശാഭിഷേകം നടത്തും. വെള്ള നിവേദ്യം എല്ലാ പൂജയ്ക്കും ഉണ്ടാകും. ഉഷപൂജയ്ക്ക് പായസം, ഉച്ചപൂജയ്ക്ക് അരവണ, ദീപാരാധനയ്ക്ക് അപ്പം, അത്താഴ പൂജയ്ക്ക് പാനകം എന്നിവയാണ് നിവേദ്യം. പീഠപൂജ, മൂർത്തിപൂജ, പ്രസന്ന പൂജ എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ഉച്ചപൂജയ്ക്കുള്ളത്. ശബരിമലയിലെ പ്രധാനപ്പെട്ട ക്രിയകളിലൊന്നാണ് സഹസ്രകലശം. ഭഗവാന്റെ ചൈതന്യം പൂർണ്ണമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. 2 ദിവസത്തെ പൂജകളാണ് ഇതിനായി നടത്തുക. അതിനുശേഷം സഹസ്രകലശാഭിഷേകം നടത്തും. ഒരു ബ്രഹ്മകലശവും 24 കണ്ഠബ്രഹ്മ കലശവും 975 പരികലശങ്ങളും പൂജിച്ചാണ് അഭിഷേകം നടത്തുന്നത്.